മസ്റ്റ് ആയിട്ട് തിയേറ്റർ വാച്ച് മൂവിയാണ്. ഇന്ത്യൻ മൂവി ആണോ എന്ന് വരെ ലോകം ലോക. ഞാന് സത്യം പറഞ്ഞാല് എനിക്ക് ഈ പടം കാണണമെന്ന് ആദ്യം വലിയ മൂഡ് ഉണ്ടായില്ലേ, മോഹൻലാലിന്റെ പടത്തിന് പോവാ അങ്ങനെയൊക്കെയാന്ന് വിചാരിച്ചത്. ഒരു ഒരു ഫീമെയിൽ ഓറിയന്റഡ് ആയതുകൊണ്ട് നമ്മള് വിചാരിച്ച ഇത്രയ്ക്കൊന്നും വലുതായിട്ട് മലയാളത്തിലൊന്നും കാണിക്കാണ്ടാവില്ല. ഇംഗ്ലീഷ് മൂവിയിൽ സൂപ്പർ ഹീറോ വരുമ്പോ ഉള്ളതൊക്കെ മലയാളത്തിൽ കോമഡി ആവും എന്ന് വെച്ചിട്ട് കേട്ടു. പക്ഷെ മൈൻഡ് ബ്ലൂയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവല്. പിന്നെ അത് മാത്രല്ല ഡയറക്ഷൻ, ആ സ്റ്റോറി കൊണ്ടോ ഇതിന് 5 പാട്ടോ എന്തോ ഉണ്ട് തോന്നുന്നു, അങ്ങനെ എന്തോ. പക്ഷെ പിന്നെ മെയിൻ ആയിട്ട് പറയാനുള്ളത് ക്യാമിയോ റോൾസ്. ആൾക്കാർ ഓരോരുത്തരെ കൊണ്ടുവരും നമ്മൾ പ്രതീക്ഷിക്കാണ്ട്. അത് സർപ്രൈസ് എലമെന്റ്, അത് കാണാണ്ട് കൊറേ പേരുണ്ട്, അത് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ എന്താ പിന്നെ എനിക്ക് ഏറ്റവും എടുത്ത് പറയുന്നത്, ഒരു സൂപ്പർ ഹീറോ മൂവി ഇത്രയും അടിപൊളിയായിട്ട് നന്നായി എടുക്കാൻ പറ്റും എന്നുള്ളത്. ഒരു ചെറിയൊരു മാർവൽ യൂണിവേഴ്സ് നമ്മുടെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു. അത് കൊണ്ടുവന്ന രീതികള് ഈ പഴയ കൃഷ് അങ്ങനത്തെ ഒരു പടം പോലെ ഒന്നുമല്ല. അത്രയും ബോറൊന്നും ആക്കാണ്ട് വേറൊരു ഇംഗ്ലീഷ് മൂവി ടച്ചില് ഇത് മലയാളം മൂവി ആണോ ഇന്ത്യൻ മൂവി ആണോ എന്ന് വരെ സംശയിച്ചു. അത്രയും അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. ഇതിന് വേറെ പാർട്സ് ഉണ്ട്. പടം അടിപൊളിയാണ്, മസ്റ്റ് ആയിട്ട് തിയേറ്റർ വാച്ച് മൂവിയാണ്. കിട്ടു ഞാന് ഔട്ട് ഓഫ് 10 ഒരു 8 എന്ന് പറഞ്ഞാൽ അത് വേറെ ഒന്നും ഉണ്ടല്ലോ. മലയാളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യൻ മൂവിയിൽ ഇത്രയും രസമായിട്ടൊരു പടം ഇങ്ങനെ കുറെ ഇത് വരുന്നത് കണ്ടിട്ടില്ലേ, മേക്കിംഗ് വൈസ് ഇതൊക്കെ. അതുകൊണ്ട് ഞാനൊരു 8, 7.5. അപ്പൊ എന്തായാലും തിയേറ്റർ വാച്ച്